ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് പേരിങ്ങനെ ചോദിച്ചിരുന്നു. എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ, അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ടേബിൾ എവിടെ നിന്നാണ് വാങ്ങിയത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെ ചോദിച്ച കാര്യങ്ങളെ പറ്റിയിട്ടൊരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പേപ്പർ എടുത്തിട്ട് ഞാനത് കട്ട് ചെയ്ത് ഒരു ചെറിയ ബുക്ക്ലെറ്റ് പോലെ ആക്കിയിട്ട് ഒരു ടൈം ടേബിൾ എന്ന രീതിക്ക് ഓരോ ദിവസവും തലേ ദിവസം തന്നെ രാത്രി ഞാൻ ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്ന് റാങ്ക് ഫയലും കൂടി എടുത്ത് വെച്ചിട്ട് ഓരോ ടോപ്പിക്കുകളെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് ടോപ്പിക് വൈസ് മാറ്റി ഞാൻ ഓരോന്നും എഴുതി വെച്ചു. ഇന്ന ദിവസം ഇന്ന ടോപ്പിക്കൊക്കെ തീർക്കണമെന്ന്. അപ്പം ഞാൻ അങ്ങനെ എഴുതിയൊരു ടോപ്പിക്കാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ ജോഗ്രഫി എടുത്തിട്ട് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ തുടങ്ങിയ ആ ഒരു ടോപ്പിക്കും എഴുതി. പിന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതൊരു കുറച്ച് ആൾക്കാരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മരിച്ച ഡേറ്റ്, ജനിച്ച സ്ഥലം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ വരുമ്പോഴേക്കും നമുക്ക് ഡേറ്റൊക്കെ എല്ലാവർക്കും പഠിച്ചെടുക്കാനും ഓർത്ത് വെക്കാനും കുറച്ച് കൺഫ്യൂഷനുള്ള ഏരിയയാണ്. അപ്പോൾ ഡേറ്റും ജനിച്ച സ്ഥലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആ ടോപ്പിക്ക് ഞാൻ ഒറ്റയടിക്കല്ല പഠിച്ചു തീർത്തത്. സ്വാതന്ത്ര്യ സമര സേനാനികളെ പഠിച്ചപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്നാൽ ഓരോ ദിവസവും ഈ 2 സ്വാതന്ത്ര്യ സമര സേനാനികളെ വീതം പഠിച്ചു. 2 അല്ലെങ്കിൽ 3. ആദ്യത്തെ ദിവസം ദാദാഭായ് നവറോജിയും ഫിറോസ് ഷാ മേത്തയും സുരേന്ദ്രനാഥ് ബാനർജിയുമാണ് നോക്കിയതെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോൾ ബാലഗംഗാധര തിലകനും രവീന്ദ്രനാഥ് ടാഗോറും മോത്തിലാൽ നെഹ്റുവും, അങ്ങനെ 2 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസം വീതം ഞാൻ ഓരോ ആൾക്കാരെ വീതം പഠിച്ചു പോയി. അതിനുശേഷം അടുത്ത ദിവസത്തേക്കുള്ള ടോപ്പിക് എഴുതുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം പഠിച്ച ആ 3 പേരെ ഞാൻ ആദ്യം വായിച്ചു നോക്കും. എന്നിട്ട് അത് കിട്ടുന്നുണ്ടോയെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു നോക്കും. അപ്പോൾ എനിക്കത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത 3 പേരെ എടുത്ത് പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കുറവാണ്. ആദ്യത്തെ 3 പേരെ നമ്മൾ പഠിച്ചെടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. പിന്നെ പഠിക്കുന്ന അടുത്ത 3 പേരല്ലേ, അത് പഠിച്ചതിന് ശേഷം വീണ്ടും ആദ്യം പഠിച്ച ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കും. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് ഓടിച്ചു വായിച്ചു നോക്കും. ദെൻ പിന്നെ പഠിച്ചത് എന്താണോ അതും ഒന്നുകൂടി വായിച്ചു നോക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റും ആ സ്ഥലവും അല്ലെങ്കിൽ വർഷങ്ങൾ വരുന്ന ഏരിയാസൊക്കെ നമുക്ക് കൺഫ്യൂഷനായി പോകാനും മറന്നു പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നമ്മുടെ ഡേറ്റുകൾ ഓർത്ത് വെക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ ഏത് ഡേറ്റാണോ ആ ഡേറ്റിന് ആ ഡേറ്റ് വരുന്ന ദിവസമോ അല്ലെങ്കിൽ ആ ഡേറ്റിന് അടുത്ത് വരുന്നതോ അല്ലെങ്കിൽ കുറച്ച് മുന്നേ വരുന്നതോ അത് കഴിഞ്ഞ് വരുന്നതോ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാറുണ്ട്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരുടെ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ വർഷങ്ങളും ഓർത്ത് വെക്കുന്നത്. ഇങ്ങനെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളെ പഠിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഒന്നിലേറെ ആൾക്കാർ വരുന്നത് നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ പഠിക്കാം. ഇപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വരുമ്പോൾ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ നമ്മളെല്ലാം കൂടി എടുത്ത് ഒറ്റയടിക്ക് പഠിക്കാണ്ട് ഓരോ ദിവസം ഈ 2 പേരെയോ അല്ലെങ്കിൽ 3 പേരെയോ നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമല്ലേ നമ്മൾ ഓർത്തിരിക്കും. ഓരോരുത്തരുടെ രീതി വെച്ചാണ് നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് വെച്ച് പഠിക്കാം. ഇങ്ങനെ ഞാനൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമ്മളല്ലെങ്കിൽ റാങ്ക് ഫയലും എടുത്ത് വെച്ചുകൊണ്ടിരുന്ന് തിരിച്ചും മറിച്ചും ഏത് പഠിക്കണം അല്ലെങ്കിൽ ഇത് പഠിക്കാം അത് പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കും. അവസാനം നമുക്ക് ടൈം ടേബിൾ എഴുതാനും പറ്റത്തില്ല. രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കിടക്കുന്നതിന് കുറച്ച് മുന്നേ വന്നിട്ട് ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടിരുന്ന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ന് നോക്കേണ്ടത് എന്നൊക്കെ ആ ഒരു ഓർഡറിൽ നമ്മൾ എഴുതി വെക്കും. ഒരു കണ്ടിന്യൂവേഷൻ എന്ന പോലെ എഴുതി വെച്ചാൽ അത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു കോശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത 3 ടോപ്പിക്ക് എടുക്കണം. അങ്ങനെ കണ്ടിന്യൂവേഷൻ കൊടുത്തിട്ട് നമ്മൾ ആ ടോപ്പിക്കിൽ കൂടെ കടന്നു പോകണം. അങ്ങനെ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ ആ ഒരു ഏരിയ കവർ ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മൾ ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. ഒരാഴ്ച കൊണ്ട് ഇന്ന ടോപ്പിക്ക് ഇത്രയും നമ്മൾ പഠിച്ച് തീർക്കുമെന്ന് ചിന്തിച്ച് തന്നെ നമ്മളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ GK പോർഷനും മറ്റ് പോർഷനും എല്ലാം പഠിക്കുന്നതിനോടൊപ്പം ഒരു ദിവസത്തിൽ നമ്മൾ മാത്സ്, ഇംഗ്ലീഷും മലയാളം ഈ 3 സബ്ജക്റ്റും ഉൾപ്പെടുത്തിയിരിക്കണം. കാരണം 3 വിഷയത്തിനും കൂടി 30 മാർക്കാണ്. അപ്പോൾ നമ്മളത് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ ടൈം ടേബിൾ റെഡിയാക്കുന്നതിൻ്റെ കൂടെ ഈ 3 ടോപ്പിക്കുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അത് പഠിച്ചിരിക്കുകയും വേണം നിർബന്ധമായിട്ടും.
നമ്മൾ തലേദിവസം രാത്രി പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആ ടൈം ടേബിൾ പിറ്റേ ദിവസം രാത്രി ആകുമ്പോഴേക്കും അവിടെ എല്ലായിടത്തും ആ റെഡ് കളറിലെ മാർക്ക് നമ്മൾ കൊടുത്തിരിക്കണം. ഇത് ഇത്രയും നമ്മൾ കവർ ചെയ്തിരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ അന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പഠിക്കാനും. ഇങ്ങനെ നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ചിട്ടയായി പഠിക്കുമ്പോൾ വളരെ വേഗത്തിലായിരിക്കും നമ്മളുടെ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുന്നതും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതും. ഒരു ഓർഡറില്ലാതെ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് നമുക്ക് തോന്നുന്നിടത്തു നിന്നൊക്കെ വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല. ഈ ഒരു മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്തിട്ട് ഒരാഴ്ച വെള്ളിയാഴ്ച കൊണ്ട് നമ്മൾ ഈ ടോപ്പിക്കെല്ലാം കവർ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പഠിക്കണം. അതിനുശേഷം വെള്ളി കഴിഞ്ഞിട്ട് ശനിയും ഞായറും നമ്മൾ ഈ പഠിച്ച അത്രയും ടോപ്പിക്കുകൾ റിവിഷന് വേണ്ടി കൊടുക്കുകയും വേണം. ഇത്രയും സമയം കൊടുത്ത് കഷ്ടപ്പെട്ട് നമ്മളൊരു ടോപ്പിക്ക് കവർ ചെയ്തിട്ട് നമ്മളത് റിവിഷൻ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട എഫേർട്ട് വെറുതെ ആയിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യമായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും ആദ്യം നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട് ശനിയും ഞായറും 2 ദിവസം മതിയാവും. പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ പഠിച്ച് വരുന്നതിനനുസരിച്ച് ആദ്യം കുറച്ച് ടോപ്പിക്ക് എടുത്ത് പഠിച്ചെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു റേഞ്ച് മാറും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടോപ്പിക്ക് എടുത്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോ ആഴ്ച പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ എണ്ണം കൂടി വരും. അങ്ങനെ കൂടി വരുമ്പോഴേക്കും നമുക്ക് ശനിയും ഞായറും പോരാ റിവിഷൻ ചെയ്യാനെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച കൂടി നമ്മൾ റിവിഷന് വേണ്ടി എടുക്കണം. അപ്പം വെള്ളിയും ശനിയും ഞായറും 3 ദിവസം നമുക്ക് റിവിഷന് കിട്ടും. അപ്പം തിങ്കൾ മുതൽ വ്യാഴം വരെ നമുക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ള സമയവും കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ ആഴ്ച ടോപ്പിക്ക് കവർ ചെയ്ത് വന്നതിന് ശേഷം ഒരു മാസം എത്തുമ്പോഴേക്കും ഒരു മാസത്തിലെ ലാസ്റ്റ് വീക്ക് പുതിയതായിട്ട് ഒരു ടോപ്പിക്കും എടുത്ത് പഠിക്കാണ്ട് ആ മാസം നമ്മൾ പഠിച്ച ഏതൊക്കെ ടോപ്പിക്കാണോ ആ ടോപ്പിക്ക് മൊത്തം നമ്മൾ റിവിഷന് വേണ്ടി ആ ഒരാഴ്ച കൊടുക്കണം. ഈ ഒരു മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്യുന്നതിലൂടെ നമ്മൾ ഓരോ പാഠഭാഗത്തിലൂടെയും ഓരോ ഏരിയയിലൂടെയും വീണ്ടും കടന്നു പോവുകയാണ്. നമ്മളൊരു 3 വട്ടം ഒരു ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഏതാണെന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ടാകും. നമുക്ക് തന്നെ അപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ആ ഒരു റേഞ്ച് മാറുന്നതും നമ്മൾ ആ ഇട്ട ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തന്നെ കിട്ടുന്നതും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പഠിച്ച പല പാഠഭാഗങ്ങളും അവിടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പഠിക്കുന്നത് കറക്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് വേയിലൂടെ ആണല്ലോ സഞ്ചരിക്കുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മാർത്ഥത തോന്നും, ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നും. നമ്മളെക്കൊണ്ട് പഠിച്ചാലും കിട്ടും എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമുക്ക്. അതുപോലെ നമ്മുടെ റാങ്ക് ഫയൽ എടുത്തിട്ട് നമ്മൾ പഠിക്കുന്ന പോർഷൻസ് എല്ലാം ടിക്ക് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ റെഡ് മാർക്കിംഗ് കൊണ്ട് ടിക്ക് ചെയ്ത് പോയിട്ട് നമ്മളൊരു മാസം കഴിയുമ്പോൾ ആ റാങ്ക് ഫയൽ എടുത്തിട്ട് നമ്മുടെ പഠിച്ച പോർഷൻസ് ഒന്ന് എടുത്ത് നോക്കണം. അപ്പോൾ മുന്നേ നോക്കുന്നതും ഇപ്പോൾ നോക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്ന് നോക്കാത്ത ഏരിയ അല്ലെങ്കിൽ റെഡ് മാർക്ക് വീഴാത്ത ഏരിയയൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളായിരിക്കും നമ്മൾ ടിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ പരീക്ഷാ ഹാളിൽ പോയിരുന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്ക് പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാനും നമുക്ക് ആ കോൺഫിഡൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ പോയൊരു ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും. ഞാൻ പഠിച്ച എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് വന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത്, അങ്ങനെയുള്ള ചിന്തകളായിരിക്കും. നേരെ മറിച്ച് നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാതെ ടെൻഷൻ പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും അവിടെ ചെയ്യാനില്ല. എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയോ ആൻസേഴ്സ്, എന്തൊക്കെയോ എഴുതി വെച്ച് പോരാന്നല്ലാണ്ട് നമുക്കവിടെ മറ്റൊന്നും ചെയ്യാനില്ല. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും മോശം സാഹചര്യങ്ങളും എല്ലാത്തിലൂടെയും കടന്നു വരുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഓർത്തുകൊണ്ട് നമ്മൾ എനിക്ക് പറ്റിയില്ലല്ലോ, എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ നമുക്കെന്നും അങ്ങനെ തന്നെ ഇരിക്കാനേ സമയം കിട്ടത്തുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് അനുകൂലമാക്കിക്കൊണ്ട് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് എപ്പോഴാണ്? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാക്കി നമ്മൾ തന്നെ മാറ്റിയെടുക്കണം. ഒരിക്കലും നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുക എന്നൊരു മനോഭാവത്തിൽ പഠിക്കരുത്. എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്ന മനോഭാവമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. പഠിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ മാത്രം ആവശ്യം. നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. ആ സത്യം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുകയും ഓർക്കുകയും ചെയ്യണം. നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള നമ്മളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ നമ്മൾ അതിന് പുറകിൽ സന്തോഷമായിട്ട് പരിശ്രമിക്കണം. ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏറ്റവും നല്ലപോലെ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടണം. നാളെ ഒരു കാലത്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കഴിയുമ്പോൾ നമ്മളെ ഓർത്ത് നമുക്ക് തന്നെ പ്രൗഡ് തോന്നും. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചല്ലോ, ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലോ, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ എത്തിച്ചേർന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആ പ്രൗഡ് മൊമെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും വേറെ എവിടെ നിന്നും കിട്ടത്തില്ല. പിന്നെ കുറച്ച് പേര് കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം എന്നോട് ചോദിച്ചിരുന്നു. കറണ്ട് അഫേഴ്സിന് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വൊക്കാബ്സ് പീഡിയയുടെ കറണ്ട് അഫേഴ്സാണ്.
അത്യാവശ്യം നല്ല കറണ്ട് അഫയേഴ്സാണ്. നമുക്ക് അവരുടെ പ്രിൻ്റെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നും. കാരണം ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിലെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്നുമല്ല പ്രിൻ്റ് നമുക്ക് തരുന്നത്. അതിൽ കേരളം, ഇന്ത്യ, വേൾഡ്, പിന്നെ സ്പോർട്സ്, ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് തരുന്നത്. പിന്നെ അവരുടെ പേജിൽ ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇടാറുണ്ട്. അതുമൊക്കെ നമുക്കൊരു PSC പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് വായിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 1-2 പേര് ചോദിച്ചൊരു കാര്യം, ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ ബുക്ക് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നാണ്. ഈ ദേവസ്വം ബോർഡിൻ്റെ ബുക്ക് വാങ്ങിച്ചത് അടുത്തുള്ളൊരു ബുക്ക് സ്റ്റോറിൽ നിന്നാണ്. ഇത് സ്പാർക്കിൻ്റെ ഒരു ബുക്ക് എഡിഷനാണിത്. നല്ല ബുക്കാണിത്. 350 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഉള്ളൊരു പ്രൈസ്. 2022 23 എന്താണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചത്. ഞാൻ PSC പഠിക്കുന്നൊന്നുമില്ല. നല്ല ബുക്കാണിത്. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാനായിട്ട്. സ്പെഷ്യൽ ടോപ്പിക്കിന് 15 മാർക്കാണ് ദേവസ്വം ബോർഡിന് ഇതിൽ നിന്നുള്ളത്. മറ്റുള്ള വിഷയത്തിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പോലെ അത്ര ടഫൊന്നുമല്ല ഇത്. വായിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഓരോരോ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി വായിച്ചു പോകാം. മനസ്സിരിക്കും. ഇത് ഒരുപാട് നല്ല ബുക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് വായിച്ചിട്ട്. എനിക്ക് തോന്നുന്നത് ഈ SSC, PSC, ദേവസ്വം ബോർഡ് എല്ലാത്തിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വെച്ചിട്ടുണ്ട് ഏറ്റവും സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ എളുപ്പം ദേവസ്വം ബോർഡിൻ്റെ ആണെന്നാണ് എനിക്ക് വായിച്ചിട്ട് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. എല്ലാവരും നല്ലപോലെ പഠിക്കുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.